ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് നമ്മൾ ടിഷ്യൂ പേപ്പർ കൊണ്ടാണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ എടുത്തിട്ടുള്ള ടിഷ്യൂ പേപ്പർ 4 ആക്കി ഒന്ന് മടക്കിയെടുക്കുകയാണ്. 4 മടക്കുകളും നമ്മൾ ഒരേ വലിപ്പത്തിലല്ല മടക്കിയെടുക്കുന്നത്, ഇതുപോലെയാണ് നമ്മൾ മടക്കിയെടുക്കുന്നത്. ഇന്ന് നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് ഒരു റോസ് ഫ്ലവർ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ടിഷ്യൂ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഓരോ പീസും ഇതുപോലെ മടക്കി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ ഏറ്റവും വീതി കുറഞ്ഞ പീസിൽ നിന്നും ഇതുപോലെ ഒരു 4 എണ്ണമാണ് നമ്മളിവിടെ കട്ട് ചെയ്ത് വെക്കുന്നത്. ഇതുപോലെ മടക്കി നമുക്ക് എല്ലാ പീസും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ 3 എണ്ണ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഇതിനേക്കാളും കുറച്ചും കൂടെ വീതിയുള്ള ഒരു പീസും കൂടെ നമുക്ക് വേണം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന രണ്ടാമത്തെ ടിഷ്യൂ പേപ്പറിൽ നിന്ന് നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പല വലുപ്പങ്ങളിലുള്ള ഇതളുകൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ ഇതളുകളും എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അപ്പൊ ഇതിന്റെ ഈ ഭാഗങ്ങൾ നമ്മൾ ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പീസും നമുക്ക് ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ എല്ലാ പീസും നമുക്ക് ഇതുപോലെ ഇതളുകളാക്കി എടുക്കണം. ഇതുപോലെ നമ്മൾ പിരിച്ചു കൊടുത്തതിന് ശേഷം അതിന്റെ 2 കോർണർ നമ്മൾ കുറച്ചൊന്ന് ചുരുട്ടി കൊടുക്കണം. അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പീസും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഏറ്റവും ചെറിയ ഇതളുകളുടെ ആ കോർണർ ഭാഗങ്ങൾ നമ്മൾ ചുരുട്ടി കൊടുത്തിട്ടില്ല. ഇതുപോലെയാണ് നമ്മളത് ചെയ്തെടുത്തിട്ടുള്ളത്. ടിഷ്യൂ പേപ്പർ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ചെയ്തു വെച്ചിട്ടുള്ള പ്ലേലിസ്റ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം താഴെ കമന്റ് ബോക്സിൽ പറയാൻ മറന്നു പോകരുത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പീസും നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളൊരു കമ്പിയാണ് എടുത്തിട്ടുള്ളത്. ഇതളുകൾ അതിലേക്ക് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു നൂലും എടുത്തിട്ടുണ്ട്. കമ്പിയുടെ അറ്റം നമ്മൾ ഇതുപോലെ ഒന്ന് വളച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം ടിഷ്യൂ പേപ്പറിന്റെ ചെറിയൊരു പീസ് വെച്ച് കെട്ടിക്കൊടുക്കുകയാണ്. അത് നമ്മൾ കമ്പിയിലേക്ക് കെട്ടിക്കൊടുത്തതിന് ശേഷം ആദ്യം നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഇതളുകളാണ് അതിലേക്ക് വെച്ച് കെട്ടിക്കൊടുക്കേണ്ടത്. അപ്പോൾ ടിഷ്യൂ പേപ്പർ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു റോസ് ഫ്ലവർ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയ 4 ഇതളുകൾ നമ്മൾ അതിലേക്ക് വെച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി നമ്മൾ അതിന് തൊട്ട് വലുതായി ചെയ്ത് വെച്ചിട്ടുള്ള ഇതളുകളാണ് കെട്ടിക്കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതിലേക്ക് വെച്ച് കെട്ടിക്കൊടുക്കുമ്പോൾ ഇതളുകളുടെ വലുപ്പത്തിനനുസരിച്ച് വേണം കെട്ടിക്കൊടുക്കാനായിട്ട്. നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഇതളുകൾ നമ്മൾ ലാസ്റ്റാണ് വെച്ച് കെട്ടിക്കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് ചെറിയ ഫ്ലവറാണ് ചെയ്തെടുക്കേണ്ടതെങ്കിൽ ഇത്രയും ഇതളുകൾ ചെയ്തെടുക്കേണ്ട. നമ്മളിവിടെ കുറച്ച് വലിയ ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇതളുകൾ ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഇതളുകൾ വെച്ച് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് കമ്പി തന്നെ വേണമെന്നൊന്നുമില്ല, ഈർക്കിളി എടുത്താലും മതി. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള വലിയ ഇതളുകളാണ് നമ്മൾ അതിലേക്ക് വെച്ച് കെട്ടിക്കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇതുപോലെയാണ് നമ്മുടെ ഫ്ലവർ കിട്ടിയിട്ടുള്ളത്. പിന്നീട് നമ്മൾ ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ മടക്കി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് നമുക്ക് ഫ്ലവറിന്റെ താഴെ ഒന്ന് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. അപ്പൊ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അതിന്റെ നടുക്കായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെയാണ് നമുക്കത് ഫ്ലവറിന്റെ താഴെ ഒട്ടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിന്റെ താഴെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നീട് നമ്മൾ ഗ്രീൻ ടാപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അതിന്റെ തണ്ടിലൊന്ന് ചുറ്റി കൊടുക്കാം. അപ്പൊ നമ്മൾ ആ കമ്പിയിൽ ഗ്രീൻ ടാപ്പ് ഒക്കെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും അതിലേക്ക് വെച്ച് കൊടുക്കാനുള്ള ഇലകൾ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് നമ്മൾ ഇലകൾ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ആ ഇലകളുടെ അരികുവശം ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്കിതിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പർ കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ള റോസ് ഫ്ലവർ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള റോസ് ഫ്ലവർ ഈ ഒരു കുഞ്ഞു കാർഡ്ബോർഡ് ബോക്സിനകത്തേക്കാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇതിനൊന്ന് നമുക്ക് പെയിന്റ് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ അതിൽ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പെയിന്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു തെർമോക്കോളിന്റെ പീസ് അതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കൾ നമുക്ക് അതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ ആ തെർമോക്കോളിന്റെ മുകളിലായിട്ട് തെർമോക്കോൾ ബീഡ്സും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ടിഷ്യൂ പേപ്പർ കൊണ്ട് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ റോസ് ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.